സ്ഥാനം പിടിച്ച ആരതി മേഡം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ ലഹരി പദാർത്ഥ ഉപയോഗങ്ങൾക്കെതിരെയുള്ള അതിനെ ചെറുപ്പക്കാരെയും ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളെയും ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ്. ആയതിനാൽ ഈ പന്തലിന് പുറത്തു നിൽക്കുന്ന നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും ഈ വേദിയുടെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ, ഒരു ക്ലാസ് കേൾക്കണമെങ്കിൽ അല്ലെ എല്ലാവരുടെയും കയ്യും കാലൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളത്. പക്ഷെ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അല്ല ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട് പറയാമെന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മാറ്റം വരുത്താം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ ലഹരി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഇപ്പോൾ എന്ന് തോന്നുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ? എന്തുകൊണ്ടാവാം? എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റിലുള്ള പ്രശ്നങ്ങൾ? ഈ ലഹരി ഇങ്ങനെ കൂടി വരാൻ വേണ്ടി എന്താവാം കാരണങ്ങൾ? എല്ലാവരും തളർന്ന് ഇരിക്കുന്ന ആളുകളാണോ? ഒന്നോ രണ്ടോ ഉത്തരം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ നിയമം സ്ട്രോങ് അല്ലാത്തത് കൊണ്ട്. അപ്പോ ഒരു കഥ, കുട്ടികളൊക്കെ ഇരിക്കുന്ന കാരണം ഞാനൊരു കഥ പറഞ്ഞ ദിവസം കേൾവി ശക്തിയുടെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയാം? സാർ എനിക്ക് ചെവി കേൾക്കുന്നില്ല എന്നുള്ളതായിരിക്കുമല്ലോ. പക്ഷെ ഇദ്ദേഹം അവിടെ പോയിട്ട് പറഞ്ഞൊരു കാര്യം, സാർ എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ചെവി കേൾക്കുന്നില്ല, അപ്പം എന്തെങ്കിലും ഒരു മരുന്ന് തരണമെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ രോഗിയെ കാണാതെ ഒരു മരുന്നൊന്നും തരിക എന്ന് പറഞ്ഞത് സാധ്യമായ ഒരു കാര്യമല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും അവരൊന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവർക്ക് ഒട്ടും ചെവി കേൾക്കാത്ത ഒരാളാണ് അല്ലെ, അവരെ ഓട്ടോയിൽ ബസ്സിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കണം എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് ഡോക്ടർ. അപ്പം എന്തെങ്കിലും ഒരു മരുന്ന് ഡോക്ടറും തരൂ എന്ന് ഇയാൾ ഇങ്ങനെ വാശി പിടിക്കും. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇയാളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവരെ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലാവും എത്രമാത്രം കേൾവി ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മരുന്ന് കുറിച്ച് തരാം എന്ന് പറയാം. അങ്ങനെ എന്തായിരുന്നു ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല അകലങ്ങളിൽ നിന്നിട്ട് ഭാര്യയുടെ സംസാരിക്കാം. അപ്പോൾ ഏത് അകലത്തിൽ നിൽക്കുമ്പോഴാണോ അവർക്ക് ചെവി കേൾക്കുന്നത് അല്ലെങ്കിൽ മറുപടി കിട്ടുന്നത്, അപ്പോൾ എന്താണ് അത്രമാത്രം തീവ്രതയുണ്ട് കേൾവിയില്ലായ്മ എന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ് നടത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇയാൾ കുളിച്ച് റെഡിയായി ടെസ്റ്റ് നടത്തുകയാണ്. അങ്ങനെ ആദ്യം ഭാര്യയുടെ അടുത്തുനിന്ന് ഒരു 20 അടി മാറി നിന്നിട്ട് ഭാര്യയോട് സംസാരിക്കുകയാണ്. രാവിലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എന്താണ്? ഇന്നെന്താണ് ചായക്ക് പലഹാരം എന്നുള്ളൊരു രീതിയിൽ ഒരു ചോദ്യം ഈ ഭാര്യയോട് ഇയാൾ 20 അടി മാറി നിന്നിട്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ മറുപടി കിട്ടാൻ സാധ്യതയുണ്ടോ? കേൾവി ശക്തി ഒട്ടും ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് മറുപടി കിട്ടിയതുമില്ല. അങ്ങനെ ഒരു 15 അടി മാറി നിന്നിട്ട് വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു, അപ്പോഴും മറുപടി കിട്ടിയില്ല. 10 അടി അടുത്ത് പോയി നിന്നിട്ട് അപ്പോഴും ചോദിച്ചു, അപ്പോഴും ഒന്നില്ല, മറുപടി ഇല്ല. എന്നാൽ ഒരു 5 അടി മാറി നിൽക്കുമ്പോഴെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഇയാൾ പ്രതീക്ഷിച്ചു. പക്ഷെ വളരെ വേദനാജനകമായിട്ട് 5 അടി മാറി നിന്ന് ചോദിച്ചപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അപ്പം ഇങ്ങനെ അയാൾ വളരെ സങ്കടപ്പെട്ടു. കാരണം ഇത്രയും ചെവി കേൾക്കാത്ത ഒരാളാണ് എൻ്റെ ഭാര്യ, ഇനിയിപ്പോൾ എന്ത് മരുന്ന് കൊടുത്തിട്ട് ഇവരെ നേരെയാക്കാൻ പറ്റും? അങ്ങനെ ആകെ സങ്കടമായി. എന്നിട്ട് ഏറ്റവും തൊട്ടടുത്ത് ഭാര്യയുടെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് വളരെ സങ്കടത്തോടുകൂടി പുറത്തിങ്ങനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാനൊരു 4-5 തവണയായിട്ട് നിന്നോട് ചോദിക്കുകയാണ് ഇന്ന് രാവിലെ എന്താണ് ചായക്ക് പലഹാരം എന്നുള്ളത്, പക്ഷേ എനിക്ക് ഇത്രയും ചെവി കേൾക്കാതായി പോയോ എന്നിങ്ങനെ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ തിരിഞ്ഞു നിന്നിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് ഇയാളോട് പറയും, ഒരു 4-5 തവണയായിട്ട് നിങ്ങളോട് പറയുകയാണ് ഇന്ന് ചായക്ക് പലഹാരം എന്താണ്? പുട്ടും കടലയായിരുന്നു. അപ്പൊ ആർക്കായിരുന്നു പ്രശ്നം? ഇവിടെ ആർക്കായിരുന്നു ശരിക്കും പ്രശ്നം ഉണ്ടായിരുന്നത്? ആർക്കാണ്? ഭർത്താവിനാണല്ലേ. അത് ആ ഡോക്ടർക്ക് മനസ്സിലായത് കാരണമാണ് അദ്ദേഹം അല്ലെ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ പ്രശ്നവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അല്ലെ പോലീസുകാർ അല്ലെങ്കിൽ എക്സൈസുകാർ അല്ലെങ്കിൽ നിയമങ്ങൾ ശരിയല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പറയാറുള്ളത്. പക്ഷേ
അതൊക്കെ ഒരു ഭാഗമാണ്. എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം, അതായത് ഒരു 4-5 വർഷം മുമ്പ്, ഞാനിപ്പോൾ 7 വർഷമായിട്ട് എക്സൈസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. 4-5 വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് വളരെ ഹൃദയത്തിൽ തട്ടിയൊരു കാര്യമായതുകൊണ്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരാളുടെ വീട്ടിൽ നിന്ന്, ഒരു 32 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ നിന്ന് 11 കിലോഗ്രാം മയക്കുമരുന്ന് കണ്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, ഒരാൾക്ക് എത്ര ഗ്രാം വയ്ക്കാം മയക്കുമരുന്ന് കയ്യില്? അറിയോ? എത്ര ഗ്രാം വയ്ക്കാന്ന് ആർക്കെങ്കിലും അറിയോ? ഇയാൾ വെച്ചത് 11 കിലോ ആണ്, അത് കുറ്റകരമാണ്. പക്ഷെ ഒരാൾക്ക് എത്ര ഗ്രാം വയ്ക്കാം അറിയില്ല. നമ്മള് ദിവസേന പത്രത്തിൽ ഇത്ര ഗ്രാം പിടിച്ചു, ഇത്ര കിലോ പിടിച്ചു എന്നല്ലാണ്ട് ഇത് എത്ര ഗ്രാം വയ്ക്കാം എന്നാർക്കും ആ നിയമം അറിയില്ല അല്ലെ. അപ്പോ മനസ്സിലാക്കിക്കോളൂ, ഞാൻ പറയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ, ആർക്കും ഒരാൾക്കും 1 മില്ലിഗ്രാം പോലും മയക്കുമരുന്ന് കൈവശം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമം അനുവാദം കൊടുക്കുന്നില്ല. അപ്പൊ മനസ്സിലായില്ലേ? എത്ര ഗ്രാം വയ്ക്കാം? 1 മില്ലിഗ്രാം പോലും വെക്കാൻ പറ്റില്ല കൈവശം എന്നുള്ളതാണ് നിയമം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് 11 കിലോ മയക്കുമരുന്ന് കണ്ടെടുക്കുകയാണ്. അങ്ങനെ കുറെ ദിവസത്തെ ഇൻഫർമേഷനൊക്കെ കിട്ടി, കുറെ കാലത്തെ നിരീക്ഷണത്തിന്റെ ഒടുവിലാണ് ഇയാളെ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇയാൾക്ക് സാധാരണ രീതിയിലൊരു തൊഴിലുണ്ടായിരുന്നത് മീൻ കച്ചവടമാണ്. ഒരു 32 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, നാട്ടിലെ ഏവർക്കും ജനപ്രിയനായിട്ടുള്ള ഒരു മീൻ കച്ചവടക്കാരനാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ വളരെ രഹസ്യമായിട്ട് അന്വേഷിച്ചു. അങ്ങനെയാണ് ഇയാളുടെ വീട്ടിൽ ഈ ഒരു സാധനം വച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇയാൾ മീൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പൊ പിന്നാലെ ഞങ്ങളും പോയി. ആ ഒരു വീടിന്റെ വാതിൽ തട്ടി അവൻ വാതിൽ വന്നപ്പോൾ ഞങ്ങളെ കണ്ടു. അപ്പൊ അവരെയും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ആ വീട്ടിൽ അപ്പം ഉണ്ടായിരുന്നത് അവന്റെ അമ്മയും ഭാര്യയും ഒരു മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശി ഒരു 9 മണിക്ക് ശേഷം കാരണം അവർ ഉറങ്ങിയിട്ട് പിന്നെ ഭാര്യയും അമ്മയും ഇയാളും ആണ് ഉണർന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അധികം ഒന്നും തപ്പേണ്ടി വന്നിട്ട് അയാളുടെ കട്ടിലിൽ, മീൻസ് ബെഡ്റൂമിൽ കട്ടിലിൻ്റെ അടിയിലായിട്ട് 2 ചാക്കിലായിട്ട് ഇങ്ങനെ 5.5 കിലോ ആയിട്ട് വെച്ചിരിക്കുകയാണ് സാധനം. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ തയ്യാറാക്കി. പിന്നീട് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അയാൾക്ക് കൂടുതലായിട്ട് ഒരു വിഷമം വരുത്താനോ അല്ലെങ്കിൽ ഞങ്ങൾ ചീത്ത പറയുകയോ, അങ്ങനെ സാധാരണ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് ചീത്ത പറയുമെങ്കിലും ചെയ്യാറ്. പക്ഷെ അതൊന്നും ചെയ്തില്ല. കാരണം ഇവനെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാണ്. മിനിമം 10 വർഷം അല്ലെങ്കിൽ 20 വർഷം, ചിലപ്പോൾ വധശിക്ഷ വരെ കിട്ടാനുള്ള വകുപ്പ് നമ്മുടെ ഈ ഒരു നിയമത്തിലുണ്ട് എന്നുള്ളത്. അപ്പൊ അവനെ കാത്തിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ്. ഈ 32 വയസ്സുകാരൻ ഇത്രയൊക്കെ വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതം ഇനി അത്രയൊന്നും നല്ല രീതിയിലല്ല പോകാമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നിന്ന് അവിടുത്തെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. അതിനുശേഷം ഞങ്ങളിങ്ങനെ തിരിച്ചു പോരുക. ഇവനൊക്കെ കയ്യിൽ വിലങ്ങൊക്കെ അണിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ അമ്മയോടും ഭാര്യയോടും ഒരു കാര്യം ചോദിച്ചു. അതായത് ഇവന് അത്യാവശ്യം വേണ്ട അടിവസ്ത്രങ്ങളും അതുപോലെ തന്നെ ബ്രഷ്, പേസ്റ്റ്, തോർത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തരണ്ടി വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഭാര്യയോടും അമ്മയോടുമായിട്ട് പറയാം. അപ്പോഴാണ് അവർക്ക് ആദ്യം ഒരു പരിഭ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും കൂടി എന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നു. അതായത് എന്താ അവനിപ്പോൾ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ലേ എന്ന് ഞങ്ങളോട് ചോദിക്കാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ചിലപ്പോൾ തിരിച്ച് വന്നേ വരില്ല. കാരണം ഇവന്റെ വീട്ടിൽ നിന്ന്, ഇവന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കണ്ടുപിടിച്ച സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ 11 കിലോ മയക്കുമരുന്ന് മാത്രമല്ല, അതിന്റെ ഒപ്പം ചെറിയ ചെറിയ കവറുകൾ ഉണ്ടോ, അതായത് ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചാൽ ഒട്ടുന്ന ടൈപ്പ് കവറുകൾ കണ്ടുണ്ടോ, അത്തരം കവറുകൾ. അതേപോലെ സ്വർണ്ണമൊക്കെ തൂക്കാൻ കിലോ കണക്കിന് തൂക്കുന്ന വലിയ ത്രാസ് വേണ്ട, ചെറിയ മില്ലിഗ്രാമും ഗ്രാമൊക്കെ തൂക്കുന്ന തരത്തിലുള്ള ത്രാസ്, ഇത്തരം സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇവൻ ഈ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ലക്ഷ്യം വെച്ച് ചെറിയ അളവിൽ പല വിലയിൽ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇത് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് എഴുതി കൊടുക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇനി പുറംലോകം കണ്ടെന്നേ വരില്ല എന്നുള്ള വിവരം ഞങ്ങൾ ആ സത്യം അമ്മയോടും ഭാര്യയോടും ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവര് സന്തോഷിച്ച് കൈയൊക്കെ കൂട്ടി ഇരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും അല്ല, അവര് സങ്കടം വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അമ്മ ഒരു ഭാഗത്ത്, ഭാര്യ വേറൊരു ഭാഗത്തൊക്കെ കരച്ചിലും ബഹളക്കായി. പക്ഷെ അവരുടെയൊക്കെ കരച്ചിലിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ എന്റെ മോനെ പിടിച്ചിട്ട് പോയി എന്നൊക്കെയുള്ള രീതിയിലല്ല കരഞ്ഞത്. ഈ അമ്മ
ശാപവാക്കുകൾ പറഞ്ഞിട്ടാണ് കരയുന്നത്. കാരണം എന്നെ ഒന്ന് കൊന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. കാരണം ഇയാളുടെ അച്ഛൻ ഇയാൾക്ക് ഒരു 10-18 വയസ്സുള്ള സമയത്ത് മരിച്ചതാണ്. അപ്പോൾ ബാംഗ്ലൂർ ആനിമേഷൻ കോഴ്സ് പഠിക്കണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പയ്യൻ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ പൈസ ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ട്, അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ട് തന്നെയാണ് ഈ മകൻ ഈ ഒരു ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരവസ്ഥയിലെത്തി. അപ്പൊ അമ്മ പറയാണ് എന്നെ ഒന്ന് കൊന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ഭാര്യ വേറൊരു ഭാഗത്ത്, അതായത് ഈ 32 വയസ്സുകാരൻ്റെ കൂടെ ഒരു 50 വർഷമായിട്ട് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതും അവരുടേത് പ്രേമ വിവാഹമായിരുന്നു. പഠിക്കുന്ന സമയത്ത് മറ്റോ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് കല്യാണം കഴിച്ച് അവളുടെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇയാളുടെ ഒപ്പം വന്നിരിക്കുകയാണ് ഈ പെൺകുട്ടി. അപ്പൊ ആ പെൺകുട്ടി വേറൊരു രീതിയിൽ കറിയാണ്, അതായത് ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാല്ലാതെ വേറൊരു വഴിയില്ല. കാരണം വീട്ടുകാരൊക്കെ അത്ര എതിർത്ത ഒരു ബന്ധമായിരുന്നു. എന്നിട്ട് പോലും അവൾ ഇയാളുടെ ഒപ്പം ഇറങ്ങി വന്നു. ഇനിയിപ്പോ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഈ പെൺകുട്ടി ഞാനിനി ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയും കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇവൻ വല്ലാത്തൊരവസ്ഥയിൽ എന്താ ഇവന്റെ കാശ് മുടക്കി ഇത്ര സാധനം വാങ്ങി പല പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടായതാണ്. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണ ഇയാളിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാം. ഞങ്ങൾക്കാണെങ്കിൽ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നത് കണ്ടിട്ടില്ലേ പ്രതിയെ? ഞങ്ങളിത് ഈ കാര്യങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കിയിട്ടാണ് അവിടെ മജിസ്ട്രേറ്റാണ് തീരുമാനിക്കുക ഇയാളെ ജയിലിലേക്ക് വിടണം എന്നുള്ളത്. അത് 90% തീരുമാനിക്കും, എങ്കിൽ പോലും അവിടെയാണ് തീരുമാനം വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അയാളെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ എത്തിക്കുന്നത് വരെ യാതൊരു അപകടവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അയാളിങ്ങനെ വേർത്ത് വല്ലാതായി നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങളൊന്ന് പുറത്തൊന്ന് തട്ടി സമാധാനിപ്പിച്ച് മാറ്റിയൊന്ന് നിർത്തി. എന്നിട്ട് ഞങ്ങൾ അമ്മയോടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ നിങ്ങൾക്കറിയായിരുന്നില്ലേ ഈ 11 കിലോഗ്രാം, 1ഉം 2ഉം എന്നല്ല, 11 കിലോഗ്രാം ഈ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. മകൻ ഇതിന്റെ കച്ചവടം ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഉപയോഗം ഉണ്ട്, ഇക്കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയുമായിരുന്നില്ലേ എന്ന് ഞങ്ങൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയാണ് അറിയായിരുന്നു. അവൻ +2 കഴിഞ്ഞ മുതൽക്ക് ഇതിന്റെയൊക്കെ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് ആര് പറയാണ്? അമ്മ പറയും. അപ്പൊ 9 വർഷമായിട്ട് ഇവന്റെ ഒപ്പം താമസിക്കുന്ന ഭാര്യ, അതും ഞാൻ പറഞ്ഞു പ്രേമ വിവാഹമാണ്, നാട്ടുകാരും വീട്ടുകാരായിട്ടൊക്കെ എതിർത്ത് വന്നിരിക്കുകയാണ്. അവളുടെ വീട്ടിലെങ്കിലും പോയി നിൽക്കണോ എന്ന് ആലോചിക്കേണ്ട അവസ്ഥയൊന്നുമില്ല, കാരണം അത്ര എതിർപ്പാണ്. ഇപ്പോഴും അത് ശരിയായിട്ടില്ല. അപ്പൊ ആ പെൺകുട്ടി 50 വർഷവും ഇതിന്റെ ഒപ്പം തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവളോട് ചോദിച്ചു, കരയുന്ന ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു, അപ്പൊ നിനക്കറിയായിരുന്നില്ലേ നിങ്ങളുടെ കട്ടിലിന്റെ അടിയിലാണല്ലോ ഈ സാധനം കൊണ്ടുവച്ചിരിക്കുന്നത്? പറയണം അറിയാമായിരുന്നു, പഠിക്കുന്ന കാലം മുതൽക്ക് ഇതിന് ഇയാൾക്ക് ഇതിന്റെ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് ആര് പറയാണ്? ഈ പെൺകുട്ടി പറയാം. അപ്പൊ ശരിക്കും ആരാണ് കുറ്റക്കാരൻ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പരിധി വരെ ഈ കുറ്റത്തിൽ ആർക്ക് പങ്കുണ്ട്? അവന്റെ അമ്മയ്ക്കുണ്ട്, ഭാര്യയ്ക്കുണ്ട്, തൊട്ടടുത്ത ബന്ധുക്കൾക്കുണ്ട്, അവന്റെ സുഹൃത്തുക്കൾക്കുണ്ട്, അവന്റെ നാട്ടുകാർക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? സംശയമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളൊക്കെ ആ ഒരു ഗുണത്തിൽ വരുന്ന ആളുകളാണ് എന്നുള്ളതാണൊന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ പലതും നമ്മൾ കാണും, പക്ഷെ നമ്മൾ നേരെ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ ആളെ പോലെ നമ്മൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് അവരത് ചെയ്യട്ടെ അല്ലെങ്കിൽ അവരിത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാത്തിരിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സത്യം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു അനുഭവത്തിന് ഈ 11 കിലോ ഇയാൾ കയ്യിൽ വെച്ചപ്പോഴാണ് ഞങ്ങൾ പ്രവർത്തിച്ചതാണോ അല്ലയോ? അയാളുടെ കയ്യിൽ ആ 11 കിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒരിക്കലുമില്ല. അതായത് നിയമപാലകർക്ക് അല്ലെങ്കിൽ നിയമത്തിന് ഒക്കെ പ്രവർത്തിക്കാൻ ഇടവരുന്നത് എപ്പോഴാണ്? കുറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ്. പക്ഷെ ആ കുറ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ആർക്കാണ്? ഞാനീ പറഞ്ഞ തൊട്ടടുത്ത ബന്ധുക്കൾ, അവരുടെ വീട്ടുകാർ, അവരുടെ കുടുംബക്കാർക്കൊക്കെ ആണ്. നമ്മളൊക്കെ ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു സംഗതി നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറ്റം വരുമ്പോഴാണ് ഈ നിയമത്തിന്റെ കാര്യം വരുന്നത്. ഇപ്പോൾ നമ്മുടെ നിയമം, നാട്ടിലുള്ള നിയമം എന്ന് പറയുന്നത് മദ്യമായിട്ട് ബന്ധപ്പെട്ട അത് ഓരോ സംസ്ഥാനത്തിനും വ്യത്യാസമുള്ള നിയമങ്ങളാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ നിരോധിച്ചിരിക്കാം, ചില സ്ഥലങ്ങളിൽ കൈവശം വെക്കാം. അങ്ങനെ കേരളത്തിലുണ്ട് നിയമം, അബ്കാരി നിയമം എന്ന് പറയും. മദ്യം കൈവശം വെക്കാൻ കുറച്ചൊക്കെ കുഴപ്പമില്ല, പക്ഷെ പൊതുസ്ഥലത്ത് മദ്യപിക്കുക, വ്യാജമായിട്ട് മദ്യം നിർമ്മിക്കുക, അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക, മദ്യം വിൽപ്പന ചെയ്യുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പല കേസുകളിലും വധശിക്ഷ വരെ കിട്ടാനുള്ള വകുപ്പ് ഏത് നിയമത്തിലുണ്ട്? ഈ അബ്കാരി നിയമത്തിലുണ്ട്. ഇനി പുകയിലുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. എന്തിനാ നിങ്ങൾക്ക് ഈ നിയമം പറഞ്ഞിരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് നിയമം പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെയൊക്കെ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നിയമപാലകരെ നിങ്ങൾക്ക് അറിയിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിയമത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പുകയിലുമായിട്ട് ബന്ധപ്പെട്ട നിയമം എന്ന് പറയുന്നത് കോട്ട്വ നിയമം എന്ന് പറയും. ഈ നിയമം ഇന്ത്യയിൽ ഒട്ടാകെയുള്ള നിയമമാണ്. ഈ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന ചെയ്യുക,
അതേപോലെ തന്നെ സ്കൂളിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന ചെയ്യുക, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ശിക്ഷ കിട്ടാനുള്ള വകുപ്പ് ഇതിലുണ്ട്. ഈ പറഞ്ഞ കോട്ട്പാ നിയമത്തിലുണ്ട് എന്നുള്ളതാണ്. ഇനി മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് എന്ത്? NDPS നിയമം എന്ന് പറയും. 1985 തന്നെ നിലവിൽ വന്ന നിയമമാണ്. ഈ നിയമവും എന്താണ്? ഇന്ത്യയിൽ ഒട്ടാകെയുള്ള നിയമമാണ്. ഈ നിയമപ്രകാരം 1 മില്ലിഗ്രാം പോലും ഒരാൾക്ക് പോലും മയക്കുമരുന്ന് കൈവശം വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവിനനുസരിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞു 10 വർഷമാവാം, 20 വർഷമാവാം, പലപ്പോഴും വധശിക്ഷയാവാം. അതേപോലെ തന്നെ ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വന്ന ഒരാളാണെന്ന് വിചാരിക്കാം. മോശമല്ലാത്ത രീതിയിൽ കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിലൊന്നും അത്ര ലാഭമില്ല തോന്നുന്ന കുറച്ച് മയക്കുമരുന്ന് ബിസിനസ് ചെയ്താലോ എന്നൊരു തോന്നലിൽ ഞാൻ മയക്കുമരുന്ന് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കും. അത് ചെയ്യുമ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് ഏറ്റവും ആദ്യത്തെ ഇടപാടിൽ തന്നെ എന്നെ പിടിച്ചു. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് വേണമെങ്കിൽ ഞാൻ മുമ്പ് നല്ല രീതിയിൽ ചെയ്തുണ്ടാക്കിയ സ്വത്തുക്കൾ പോലും കണ്ടു കിട്ടാനുള്ള വകുപ്പ് ഇതിലുണ്ട്, ഈ നിയമങ്ങളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നിയമങ്ങൾക്ക്. എന്താ അറിയാം, ഇപ്പൊ എനിക്ക് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടനോട് ഒരു വിരോധം ഉണ്ടെന്ന് വിചാരിക്കാം. ഞങ്ങൾ തമ്മിലൊരു വഴിത്തർക്കവും പ്രശ്നമായിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് ആളുകളൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് മയക്കുമരുന്ന് സംഘടിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ബാഗിലോ അല്ലെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചു. എന്നിട്ട് ഞാൻ വിളിച്ചു പറയാണ്, പോലീസ് അല്ലെങ്കിൽ എക്സൈസുകാരെ വിളിച്ചു പറയാണ്, ഇന്ന അല്ലെ സ്ഥലത്ത് നിൽക്കുന്ന ഇന്ന ആളുടെ കൈവശം ഇത്ര ഗ്രാം മയക്കുമരുന്നിട്ട് ഞാൻ അത് കണ്ടതാണ്, നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്കി, ഇപ്പം തന്നെ ആളെ കൈയോടെ പിടികൂടാമെന്ന് പറയാണ്. അങ്ങനെ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടുമോ ഇല്ലയോ? തീർച്ചയായിട്ടും ഞാൻ വെച്ച സാധനമാണ് അതവിടെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ അവർ അന്വേഷിക്കുകയാണെങ്കിൽ ആ സാധനം അവിടെ കിട്ടും ഇല്ലേ? പക്ഷെ ഇദ്ദേഹം തെറ്റുകാരനാണോ? ആണോ? ഒരിക്കലല്ല. അദ്ദേഹത്തിന് ഊരി വരണം അല്ലെ? തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങി വരാനുള്ള സ്കോപ്പുകളും കൂടി നമ്മുടെ നിയമത്തിൽ വേണോ വേണ്ടയോ? തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമങ്ങൾ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നല്ലാത്ത രീതിയിൽ ആവ കാരണം തന്നെ പലപ്പോഴും പ്രതികൾ അല്ലെ പല രീതികൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും നമ്മുടെ നിയമങ്ങൾ വളരെ ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം കൂടിയല്ല, ഒരുപാട് 10 മിനിറ്റ് കൂടി പറയാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു നിയമം പ്രവർത്തിക്കട്ടെ അല്ലെ? അപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? കേൾക്കുന്നില്ലയോ? ഉണ്ടോ? 10-20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് നല്ലത്, ഏതാണ് ചീത്ത എന്നറിയാത്ത ആ ഒരു കാര്യത്തിൽ നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇന്നതാണ് അല്ലെ? നമ്മളിപ്പോ പറയാണ്, ഞാനിപ്പോ ഇന്ന് ക്ലാസ് എടുത്തിട്ട് ഞാൻ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറയുകയാണ്. എന്നിട്ട് നേരെ മറിച്ച് എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എൻ്റെ മകനോട് ഞാൻ പറയാം, നീ പോയി ഇന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം അവൻ വെക്കും, 3-ാമത്തെ ദിവസം അവൻ എൻ്റെ അടുത്ത് വെക്കും അല്ലെ, അമ്മ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെ എനിക്ക് ചെയ്താൽ എന്താണ് എന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ജീവിതം നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രായം മുതൽ തന്നെ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങുക അല്ലെ? പലപ്പോഴും വഴിയിലേക്ക് പോകുന്ന വേറെ ഒന്നും ചിന്തിക്കാനില്ല, അല്ലെങ്കിൽ പൈസ ഒരുപാട് കിട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളോ ആവും. അതുകൊണ്ട് തന്നെ കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അല്ലെ? ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക, വീട്ടിലേതായിക്കോട്ടെ അല്ലെ, പുറത്ത് വളപ്പിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത് എന്നൊക്കെ അവരോടൊന്ന് പറയാനും അല്ലെ ഒത്തൊരുമിച്ച് ഇരിക്കാനും സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കായി തുടങ്ങി. വിശദമായിട്ട് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്?
യാദൃശ്യമായിട്ട് എന്തെങ്കിലും നമുക്ക് പറ്റാത്തൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിലാണ്? അതായത് നല്ലൊരു ചോദ്യം കേട്ടോ. നമ്മളിപ്പോ കാണാണ്, യാദൃശ്ചികമായിട്ടൊരു സംഭവം കാണാണ്. കുറച്ച് ആളുകൾ ഒരു കൂട്ടത്തിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു 1-2 പയ്യന്മാർ ഈ സംഗതി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ കടത്തുന്നതോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നേരിട്ട് പോയി ഇടപെടരുത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അച്ഛനാണോ അമ്മയാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് നേരിട്ട് ഇടപെടരുത്. പകരം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസുകാരെയൊക്കെ ആ നമ്പറിൽ ഒന്ന് വിളിച്ചറിയിക്കാം. ഒരിക്കലും ഈ വിവരം പറയുന്ന ആളുകളുടെ വിവരം അല്ലെ, രഹസ്യ വിവരം ഞങ്ങൾക്ക് തരുന്ന ആളുകളുടെ വിവരം ഒരിക്കലും ഞങ്ങൾ പുറത്ത് പറയുന്നതല്ല. ആ വിവരം നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. ഒന്നും വേണ്ട, നിങ്ങളുടെ ഏറ്റവും അടുത്ത വാർഡ് മെമ്പറോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് ഇടപെടാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നോട്ടീസുകളേ ഉള്ളൂ. ആ ഒരു നോട്ടീസ് തരുന്നുണ്ട്. അപ്പോൾ ആ നോട്ടീസിൽ നിങ്ങൾക്ക് പരാതി പറയാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ നോട്ടീസ് ഒന്ന് എല്ലാവരും അങ്ങോട്ട് പാസ് ചെയ്ത് വായിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ വിളിച്ച് പറയും. പിന്നെ വേറെ ഒരു പരിധി വരെ പങ്കുണ്ട്. 100% ആണെന്ന് പറയുന്നില്ല. വീട്ടിൽ ക്യാഷ് കൊടുത്തൊരു കുട്ടികളെ വിട്ടിട്ടാണല്ലോ ഇത് മേടിക്കണേ. വീട്ടിൽ ക്യാഷ് കൊടുത്തൊരു വിട്ടിട്ടാണ് ഈ കുട്ടികളെ ലഹരി സാധനങ്ങൾ മേടിക്കണത്. പലപ്പോഴും അത് രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നുള്ള പൈസ വാങ്ങിയിട്ടാവാം. അതല്ലെങ്കിൽ ഇവര് ആദ്യം 1-2 തവണ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് പിന്നീട് അതിലേക്ക് പോവാം. എല്ലാത്തിലും രക്ഷിതാക്കൾക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന കുറെ അധികം കാര്യങ്ങൾ. എക്സൈസ് ഓഫീസർ ആരതി മാഡം നല്ലൊരു ക്ലാസ്സാണ് പേരൻസിനും കുട്ടികൾക്കൊക്കെ തന്നത്. നമ്മുടെ സമയം പ്രധാനപ്പെട്ട ചടങ്ങ് 6:41 നമ്മുടെ നോയമ്പ് തുറ തുടങ്ങേണ്ട ബാങ്കുവിളിയുടെ ടൈമായിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട നോയമ്പ് നോക്കി വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ വളർന്മാർ പ്രത്യേകം സജ്ജമാകണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട സംഘാടക സമിതി അംഗങ്ങൾ, അതുപോലെ ഇവിടെ കൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇവിടെ എക്സൈസ് ഓഫീസർ ആരതി മാഡം, ഇവിടെ ഒരുപാട് നേരം നമുക്ക് ക്ലാസ് എടുത്തു. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഇവിടെ പലരുടെയും അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇതിപ്പോ പല സ്ഥലത്ത് നടക്കുന്ന ആളുകളുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇത് ഇപ്പോഴും നമ്മളെ പഞ്ചായത്തിനാണെങ്കിലും നമ്മളെ ഈ തിരുമിറ്റോട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലടക്കം പലതരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം ഇടപെടുന്നത് കാരണം നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പോഴും മറ്റുള്ളവര് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇന്നയാൾ ചീത്ത തരത്തിൽ നടക്കണതെന്ന് പറയാൻ പേടി. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ, നമുക്ക് കേസ് വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇവിടെ പറയാതിരിക്കുന്നത്. നമ്മളെ വാർഡ് തലത്തിലാണെങ്കിലും പഞ്ചായത്ത് തലത്തിലൊക്കെ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ മാഡം പറഞ്ഞതുപോലെ നമ്മളെ വീട്ടിലെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്കൊക്കെ വരുന്ന പല മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഓൺലൈനിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും നമുക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ സമൂഹം, ഇന്നത്തെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മളെ വീട്ടിലത്തെ ഇപ്പോൾ വീടുകളിൽ കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഒരു സംസാര ശൈലിയൊന്നും ഇല്ല. എല്ലാവരും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക ചെയ്യണേ. പക്ഷേ നമ്മൾ അതല്ലാതെ നമുക്ക് കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കാനും നമ്മളൊരു 10 മിനിറ്റ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനൊക്കെ നാം ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളെല്ലാവരും വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മളുടെ നാട്ടിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ലഹരി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പരിധി വരെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരും നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ ഒരു സമൂഹ നോമ്പ് തുറയ്ക്ക് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആരാധരായിട്ടുള്ള നോമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യമായി തന്നെ നോമ്പുതുറയിൽ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച്
എക്സൈസ് ഓഫീസർ ഇവിടെ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ വിഷയമല്ല, പക്ഷേ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആ വിഷയം കൂടെ അവതരിപ്പിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഇന്ന് ലഹരി മാഫിയയിൽ അകപ്പെട്ടിരിക്കുകയാണ്, അല്ലെ? അതും സംശയമില്ല. അതിൽ നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. ഇത് പെട്ടെന്നുണ്ടായിട്ടൊരു പ്രതിഭാസമാണ്. നമ്മുടെ യുവാക്കന്മാരുടെ ഇടയിൽ അവരുടെ ബുദ്ധിയെ ഇല്ലാതാക്കി അവരുടെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൂഢതന്ത്രം തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കോളേജിലായാലും ശരി, അതിപ്പോൾ തന്നെ ഹൈസ്കൂളിലായാലും ശരി, LP സ്കൂൾ വരെ മുതൽ മേൽപോട്ട് എല്ലാ സ്കൂളുകളിലും ഈ ലഹരികൾ വിൽക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതാരും അറിയുന്നില്ല. അതൊരു ക്യാൻസർ മാതൃകയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ രക്ഷിതാക്കന്മാർ അവർ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് ആ കാര്യത്തിൽ. രക്ഷിതാക്കന്മാരുടെ പങ്ക് അവർ ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന സ്കൂളുകളിൽ അവിടുത്തെ അധ്യാപകന്മാർക്കും അതിന് വലിയ പങ്ക് വഹിക്കാറുണ്ട്. അങ്ങനെ അധ്യാപകന്മാരും രക്ഷിതാക്കളും ഒരു കൂട്ടായുള്ള രീതിയിൽ സർക്കാരിൻ്റെ സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് 100% നടപ്പിലാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു പരിധി വരെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ യുവാക്കളെ മാത്രമല്ല മുഴുവൻ ആൾക്കാരും ഭ്രാന്തന്മാരായിട്ട് മാറും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. അതൊന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ നോമ്പുതുറയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ നടത്തുന്നു. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. ആ വിശ്വാസം നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നിലനിർത്താനും വളരെയധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മുക്തി, ലഹരി മുക്തി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുടുംബം മുഴുവൻ, മാത്രമല്ല നമ്മൾ ഏറ്റവും ആരോമനായി വളർത്തുന്ന മക്കളുടെ ജീവിതം മുഴുവൻ വളരെയധികം പിന്നോക്കാവസ്ഥയിലേക്ക്, വളരെയധികം പടുകുഴിയിലേക്ക് പോകുന്ന കാര്യം നമ്മളെല്ലാവരും ജാഗ്രതപ്പെടേണ്ടതാണ്. ഞാൻ പറയും എൻ്റെ കുട്ടി ഏറ്റവും നല്ല കുട്ടിയാണ്, നിങ്ങളെല്ലാവരും പറയും നമ്മുടെ കുട്ടികൾ നല്ല കുട്ടിയാണ്. പിന്നെ ആരെ കുട്ടിയാണ് മോശമെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളിൽ തന്നെ ആവണം ഇതിനെതിരെയുള്ള പ്രവർത്തനം. നമ്മളെല്ലാവരും അതിനെ ജാഗരൂകരായിക്കൊണ്ട് ഈ നോമ്പ് തുറയുടെ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ അല്ലെങ്കിൽ എൻ്റെ സമൂഹമോ ലഹരിക്ക് അടിമപ്പെടില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടി ഇവിടെ ഉണ്ടാവേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ മാലിന്യം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട്, മഹാരോഗങ്ങളും ഒക്കെ പിടിപെട്ടുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഈ മാർച്ച് 31 സീറോ വേസ്റ്റ് ദിനമായതുകൊണ്ട് ആ ദിനത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ പഞ്ചായത്തും കേരളവും മാലിന്യമുക്ത പഞ്ചായത്താക്കി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി, ഈ പ്ലേറ്റ്, ഇതെല്ലാം നിരോധിത ഉൽപ്പന്നങ്ങളാണ്. പക്ഷേ ഇത്രയും വലിയൊരു സദസ്സിൽ വെച്ച്
നമ്മളത് പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നത് ഞാനും കൂടി അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ വിഷമമുണ്ട്. ഇത് ഒഴിവാക്കാനും ഇത് പാടില്ല എന്നുള്ള വിവരം നമ്മളെല്ലാവരെയും അറിയിച്ചതൊക്കെ തന്നെയാണ്. വീണ്ടും നമ്മളിത് ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക, കൊടുന്ന് തള്ളുക എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നത് ആലോചിച്ചത് നോമ്പുറയുടെ മാലിന്യം ബാക്കി എവിടെയായിരിക്കും ഇനി കണ്ടെത്തേണ്ടത്. ഇന്ന് ദുബായ് റോഡ് മുഴുവൻ അടിച്ചു പെറുക്കിയപ്പോൾ കിട്ടിയ മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ കണ്ടുകൊണ്ട് വളരെയധികം മനസ്സും അടുത്തു. മാസങ്ങളോളം മാസം JCB വിളിച്ച് ക്ലിയർ ആക്കുന്നു, നമ്മൾ കൊണ്ടുപോയി അവിടെ തള്ളുന്നു. ഇന്നും അവിടെ വളരെയധികം മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. ആ തള്ളിയ ആളുകളുടെ അഡ്രസ്സും പേരും ഫോൺ നമ്പറും അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് തക്ക നടപടിയായിട്ട് തന്നെ പോകും എന്നുള്ളതും കൂടി നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പറയുക അതിനുവേണ്ടി പോകണമെന്നാണ്. അപ്പം മാലിന്യം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ തന്നെ സംസ്കരിക്കുകയും അത് ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഈ നിങ്ങളുടെ ഫംഗ്ഷനിൽ ഇത്രയും പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ നല്ല വട്ടുള്ളി സംഘടിപ്പിച്ച നോമ്പുകാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എന്നാൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള മുൻ DCC പ്രസിഡന്റ് ബാലചന്ദ്രൻ മാസ്റ്ററെയും അസീബ് നാഗലശ്ശേരി മെമ്പർ അദ്ദേഹത്തെയും വേദിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബാലൻ മാസ്റ്റർ 2 വാക്ക് പറയുന്നതിന് വേണ്ടി ആദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, നോമ്പ് തുറയുടെ സമയമായി ദീർഘമായി സംസാരിക്കാൻ സമയമില്ല. ഇനിയും നിരവധി സുഹൃത്തുക്കൾ സംസാരിക്കാനുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മയെല്ലാം മാനവികതയെ കൂട്ടി നിൽക്കുന്ന ഒരു മാസമാണ്. മനുഷ്യനെ ഒരുമിപ്പിക്കുക, ജാതി മത ചിന്തകൾക്കപ്പുറമായി സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മാസമായി ഈ റമദാൻ മാസം രാജ്യത്തുടനീളം ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ ഒരുമിച്ചിരിക്കുന്ന ഈ സന്ദർഭമാണ്. ഈ വട്ടുള്ളി കഴിഞ്ഞ 2-3 വർഷക്കാലമായി തുടർച്ചയായി ഇതുപോലെയുള്ള പ്രവചനമായ സദസ്സുകൾ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഈ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മാസമാണ്. ഈ മാസത്തിൽ നമ്മുടെ ജീവിതചര്യ ചിട്ടപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയ്ക്കെതിരായി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ ഇതുപോലെയുള്ള ഈ സദസ്സ് നോമ്പുതുറ ഉപകരിക്കുന്നു. അതിന് വട്ടുടി ഒരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രമാണം ഒരുക്കിയ ഈ നോമ്പുതുറയും അതിനനുസൃതമായി മാറിയിട്ടുണ്ട്. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.